കറാഹത്ത് എന്ന് പറഞ്ഞ് നിസ്സാരപ്പെടുത്തും ചില ആളുകൾ. കറാഹത്തല്ലേ ഉള്ളൂ. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റമില്ലാത്ത തെറ്റ് എന്നാണ്. കറാഹത്ത് എന്ന് പറഞ്ഞതിന്റെ എന്താ? കറാഹത്ത് എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്ത തെറ്റ്, ശിക്ഷയില്ലല്ലോ, കറാഹത്തല്ലേ ഉള്ളൂ എന്നാണ്. പക്ഷേ കറാഹത്തിന് ശിക്ഷയില്ലെങ്കിലും കറാഹത്തിന് ഒരു അപകടമുണ്ട്. കറാഹത്ത് ചെയ്യുന്ന മനുഷ്യനെ ഹറാമ് ചെയ്യാൻ മടിയില്ലാത്തവനായി മാറും. അയാൾ ഹറാമുമായി ഇടകലരുന്നതിനും ബന്ധപ്പെടുന്നതിനും അത് ജീവിതത്തിൽ വരുന്നതിനും ഒരു പേടിയും മടിയില്ലാത്ത ആളായി മാറും. അപ്പൊ കറാഹത്ത് ചെയ്യാൻ പറ്റുമോ? ശിക്ഷയില്ലാത്ത കാര്യമാണ്, കറാഹത്തല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്താൽ ആ മനുഷ്യൻ ഹറാമ് ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത ആളായി മാറിയാൽ ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതിയതുഹു, എപ്പോഴും ദോഷങ്ങളുമായി ഇടകലർന്ന് അത് ജീവിതത്തിൽ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അതവന്റെ ഈമാനിന് പ്രതികൂലമായി ബാധിക്കും. അയാൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് കാലാകാലം അധിവസിക്കേണ്ടുന്ന നരകത്തിലായിരിക്കും അയാൾ ചെന്ന് പതിക്കേണ്ടി വരുന്നത്. കാലാകാലം നരകത്തിൽ. ദോഷം ചെയ്ത ആൾ കാലാകാലം നരകത്തിൽ കിടക്കുമോ? ദോഷം ചെയ്ത ആൾ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ദോഷം ചെയ്തു എന്നതിന്റെ പേരിൽ കാലാകാലം നരകത്തിൽ കിടക്കില്ല. അസ്ഹാബുൽ ജഹീം എന്ന് പറഞ്ഞാൽ ഈമാനില്ലാത്ത കുഫരിയത്തിന്റെ ആളുകൾക്ക് നരകക്കാരെന്ന് പറയുള്ളൂ. മൂമിനായ ഒരു മനുഷ്യരെ പറ്റി അസ്ഹാബുന്നാർ എന്ന് പറയില്ല, അഹ്ലുന്നാർ എന്ന് പറയില്ല. നമ്മളാരും അഹ്ലുന്നാറല്ല, നരകത്തിന്റെ ആളുകളല്ല, സ്വർഗത്തിന്റെ ആളുകളാണ്. മുഅ്മിൻ സ്വർഗത്തിന്റെ ആളാണ്, നരകത്തിന്റെ ആളല്ല. അയാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ആ തെറ്റിനെ കരിച്ചു കളയാൻ വേണ്ടി നരകത്തിലിട്ട് ശിക്ഷിച്ച് കാലാവധി കഴിഞ്ഞാൽ സ്വർഗത്ത് പോകേണ്ടവനാ. കാഫർ അത് പോകൂല, അവൻ കാലാകാലം നരകത്തിന്റെ ആളാ. ഉലൈക അസ്ഹാബുന്നാരി ഹും ഫീഹാ ഖാലിദൂൻ, കാലാകാലം നരകത്തിൽ ശാശ്വത ജീവിതം നയിക്കേണ്ടി വരുന്നത്, ഈ തെറ്റ് ചെയ്ത മനുഷ്യൻ കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരുന്നത് ആ തെറ്റ് അയാളുടെ ഈമാനിനെ നശിപ്പിച്ചു കളയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് നമ്മൾ പേടിക്കേണ്ടതുണ്ട്. എപ്പോഴും തെറ്റുമായി. അപ്പൊ ഒരു കറാഹത്ത് ചെയ്യുന്ന ആളാണെങ്കിൽ ആ കറാഹത്ത് ചെയ്യുന്ന ആൾക്ക് ഹറാമ് ചെയ്യുന്നതിന് മടിയില്ലാതെയാവുകയും ഹറാമുമായി ഇടകലർന്ന് ഇടപഴകി അതെപ്പോഴും ജീവിതത്തിൽ ഉണ്ടായാൽ സംഭവിക്കാനുള്ള സാധ്യത അവന്റെ ഈമാൻ അവനെ വിട്ടുപിരിഞ്ഞ് മരിക്കേണ്ടി വന്നെങ്കിൽ അവൻ കാലാകാലം നരകത്തിൽ കടക്കേണ്ടവനായി വരും. അപ്പൊ കറാഹത്തിനെ എന്താക്കരുത്? നിസ്സാരവൽക്കരിക്കരുത്. അത് ചെയ്യാനുള്ളതല്ല, അത് ഉപേക്ഷിക്കാനുള്ളതാണ്. എത്ര കറാഹത്തുകൾ നമ്മൾ ചെയ്യുന്നു, എത്ര കറാഹത്തുകൾ. ഒരു പ്രശ്നവുമല്ല. നിസ്കാരത്തിൽ അഊദ് ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഏത് റക്അത്തിലും, സുന്നത്ത് നിസ്കാരാണെങ്കിലും. വാജിബാണെന്ന അഭിപ്രായമുള്ള സുന്നത്തുകൾ ഉപേക്ഷിക്കലൊക്കെ കറാഹത്താണ്. വഖീല യജിബു എന്നൊരു സുന്നത്തിനെ പറ്റി അഭിപ്രായം പറഞ്ഞാൽ അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അപ്പൊ വജ്ജഹ്തു അഊദ് ഉപേക്ഷിക്കൽ കറാഹത്ത്. നമ്മളൊക്കെ സുന്നത്ത് നിസ്കാരത്തിൽ ഇപ്പൊ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ 20 കറാഹത്ത് ചെയ്യൂല. സുന്നത്ത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. സൂറത്ത് ഉപേക്ഷിക്കൽ. ഇപ്പൊ 20 റക്അത്ത് തറാവീഹ് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാം ഓതുന്നു വെക്കുക. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ റവാത്തിബ് സുന്നത്തിൽ സൂറത്ത് ഓതലുണ്ടോ? അത്തഹിയ്യാത്തിന് 4 കാര്യങ്ങളെ തൊട്ട് കാവലിനെ തേടാതെ നിങ്ങൾ സലാം വിട്ടരുത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ 4 കാര്യങ്ങളെ തൊട്ട് കാവലിനെ തേടാതെ സലാം വിട്ടരുത്. ആരാ സുന്നത്ത് നിസ്കാരത്തിന്റെ അത് ഓതുന്നത്? പലരും. എല്ലാരും ഓതുന്നത് ഞാൻ പറയണില്ല, അത് വേടല്ലേ. എത്ര ആൾ ഓതാത്തുന്നുണ്ട്. അപ്പൊ ഒരു നിസ്കാരം കഴിയുമ്പോഴേക്ക് എത്ര കറാഹത്തായി. ഏറ്റവും പവിത്രമായ ഒരു ഇബാദത്തിൽ കറാഹത്ത് എത്ര എണ്ണം ജീവിതത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ എത്ര കറാഹത്ത് ഒരു ദിവസം ചെയ്യും. അങ്ങനെ വന്നാൽ ഈ മനുഷ്യന് ഹറാം ചെയ്യാൻ ഒരു മടിയുണ്ടാവില്ല. ഫഇന്നഹാ തുതർരിഖു ഇലൽ ഹറാം, അത് ഹറാമിലേക്ക് വഴിവെക്കും, എളുപ്പമാക്കും, കൂട്ടിച്ചേർക്കും. അയാൾക്ക് ഹറാം ചെയ്യാൻ മടിയില്ലാത്തവനായി മാറും. എങ്കിൽ ആ മനുഷ്യൻ പിന്നെ ഹറാം ചെയ്യാൻ മടിയില്ലാത്തവനായി അതിൽ അഡിക്റ്റായി കഴിഞ്ഞാൽ അവനും അവന്റെ ഈമാനും തമ്മിൽ വിട്ടുപിരിഞ്ഞു പോകുമ്പോ കാലാകാലം അധിവസിക്കേണ്ട നരകത്തിൽ ചെന്നവൻ പതിക്കേണ്ടി വരും. ഇതുകൊണ്ട് സൂക്ഷിക്കണേ, വളരെ സൂക്ഷിക്കണം. നമ്മുടെ നാട്ടിലും ഇവിടെ പ്രത്യേകിച്ചും നമ്മുടെ മക്കളിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കരുത്.